എന്ന് ഞാൻ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഞങ്ങൾ അടുത്ത 100 ദിവസം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കും. ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങളൊരു അഭിപ്രായമുണ്ട് ഇതിനെക്കുറിച്ച്, ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. വികസനത്തെക്കുറിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയം, രണ്ടാമത്തെ പോയിന്റ്, ഈ ജമാഅത്തും കോൺഗ്രസ് ജമാഅത്തിൻ്റെ ഒപ്പം മുസ്ലിം ലീഗിൻ്റെ ഒപ്പം ചെയ്യുന്ന രാഷ്ട്രീയം ഒരു അപകട രാഷ്ട്രീയമാണെന്ന് ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ തെളിവും മുമ്പോട്ട് വയ്ക്കാം. ഇന്ന് ഒരു ചോദ്യം, ഞാൻ ഇന്ന് ചോദ്യം വിട്ടുപോന്നു, ഇനി അതിൻ്റെ ഉത്തരം ഞാൻ 2 ദിവസത്തിൽ തരാം. എന്തുകൊണ്ട് വികസനത്തിനെ കുറിച്ച് ആരൊന്നും ചർച്ച ചെയ്യുന്നില്ല? ഈ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും ഒന്ന് ചോദിക്കട്ടെ. നമ്മളെ കുട്ടികൾക്ക് തൊഴിലൊന്നും വേണ്ടേ? വിദ്യാഭ്യാസ മേഖല തകർന്നു കിടക്കുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യണ്ടേ? ആരോഗ്യ മേഖലയിൽ ഇങ്ങനെ ഒരു തകർന്ന് കിടക്കുന്ന ഒരു സിറ്റുവേഷനിൽ അതിനെക്കുറിച്ച് എന്താ ചർച്ച ചെയ്യാത്തത്? അതൊന്ന് ആലോചിക്കണം. ഞാൻ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്, അത് ഞങ്ങൾ കൃത്യമായി മുമ്പോട്ട് വയ്ക്കും. അതൊരു തെറ്റാണെങ്കിൽ അവർ ക്ലാരിഫൈ ചെയ്യട്ടെ. ഈ നാട്ടിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് മാത്രമേ വരാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, ഞങ്ങളുടെ ഒരു അഭിപ്രായം. ആ ഒരു വികസന മത്സരത്തിൽ ആരാണെങ്കിലും വരട്ടെ, മത്സരിക്കട്ടെ, ജനങ്ങളുടെ വിശ്വാസം നേടാനും തേടാനും അവർ അധ്വാനിക്കട്ടെ. പക്ഷേ വികസനം ഒരു ചർച്ച വിഷയമാവണം. വികസനത്തിനെ കുറിച്ച് സംസാരിക്കണം. ജനങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഒരു ആത്മാർത്ഥമായ ഒരു ഇൻറ്റൻഷൻ ഉണ്ടാവണം ആ പാർട്ടിയിൽ. പൊളിറ്റിക്കൽ പവർ മാത്രമല്ല, പൊളിറ്റിക്കൽ പവർ ഗ്രാബ് ചെയ്യാൻ മാത്രമല്ല, നാട് 15-20 കൊല്ലമായിട്ട് പിന്നിൽ പോകുന്നു, അത് മുമ്പോട്ട് കൊണ്ടുപോകണം. ഈ വരുന്ന അസംബ്ലി ഇലക്ഷൻ അതൊരു ചർച്ചാ വിഷയമാവണ്ടേ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു അഭ്യർത്ഥന.